ഹലോ ഗൈസ്, അതേപോലെ ഏതോ ഒരു ദിവസം കോളേജിൽ പോകാൻ രാവിലെ തന്നെ റെഡിയായി എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോസ് ഒരുമിച്ച് ഇടുന്നേട്ടാ. ഞാനത് കഴിഞ്ഞ് കാരണം എനിക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ക്ലാസ്സിലെത്തി വിയർക്കുന്നുണ്ടോ ഗൈസ്. മെട്രോ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ തണുപ്പാണെങ്കിലും വിയർക്കും ഗൈസ്. വിയർക്കില്ലെന്ന് ചോദിച്ചാലും വന്നിട്ട് കാര്യമില്ല. ഇതാണ് ക്ലാസ്സിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. 2 ദിവസത്തെ 3 ദിവസത്തെ എന്തോ വീഡിയോസ് ഉണ്ട് ഒരുമിച്ചിടാൻ. കാരണം എന്ന് വെച്ചാൽ ക്ലാസ് ഉള്ള ടൈമിൽ നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ വീഡിയോസ് ഇല്ലാണ്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത് അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ബസ് സ്റ്റോപ്പ് വ്യൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു ചേച്ചി ലൈസ് കൊണ്ടുവന്നിട്ട് പ്രാവുകൾ കിട്ടി കൊടുക്കുന്നു എൻ്റെ ഫ്രണ്ടിന്. അപ്പം ഞാൻ പിന്നെ അതും വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അടുത്ത ക്ലിപ്പ് എടുത്തത്. കാരണം ക്ലാസ് ഉള്ള ദിവസം ഒന്നിനും സമയം കിട്ടില്ല ഗൈസ്. ഇങ്ങനെ ദിവസം പോകും. അപ്പോൾ പിന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ മാത്രമായിട്ട് ഇടുന്നത് എന്നുള്ളതെല്ലാം കൂടി ഒരുമിച്ചിടണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഗൈസ് ഒരുമിച്ചിടുന്നത്. കണ്ടോ ഗൈസ്, ബസ് ഇത് ടൂറിസ്റ്റ് ബസ്സാണ്. ഫ്രണ്ടിലുള്ളതാണ് നമ്മൾ പോകുന്ന സാധാ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലത്തെ ബസ്. പിന്നെ കോളേജിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. എന്താ പരിപാടി എന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല ഗൈസ്. ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായുള്ളൂ. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി. ക്ലാസ് നൈസായിരുന്നു. ഇവിടുത്തെ ക്ലാസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഐ മീൻ പഠിപ്പിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയവർക്ക്, പഠിക്കുന്നത് ശ്രദ്ധിക്കുന്നവർക്കെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ എൻ്റെ ബസ് വന്ന് ഗൈസ്, ബൈ ബൈ. ഇനി ബാക്കി പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറയാന്ന്. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എവിടെയൊക്കെ പോകണമെന്ന് ചോദിക്കുന്നത്. എനിക്ക് എവിടേക്കാണെന്നറിയില്ല. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ക്ലാസ് ഉണ്ടായത് 2 ഓൺലൈനായിരുന്നു. അത് കഴിഞ്ഞു എവിടേക്കോ പോകുന്നു. ഫ്രീ ഗ്രോസറി കിട്ടുകയാണെങ്കിൽ ഫ്രീ ഗ്രോസറി വീഡിയോ ആയിട്ട് ഇടാം. കിട്ടുമെന്ന് നോക്കാം. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോണു ഗൈസ്. റൂമിൽ ബോറടിച്ചു. നമുക്ക് പുറത്തിറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. എന്നിട്ട് രാത്രി ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്താം. എന്താണ് ഇന്നത്തെ പ്ലാൻ? പിന്നെ റെന്റ് കൊടുക്കാനുള്ള പൈസ എടുക്കണം. ഒരാളപ്പുറത്ത് കൂടെ പോയിട്ട് അതാ ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഒന്നുമില്ല ഗൈസ്. ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള കാർഡുണ്ട്. അവിടെ നമുക്കൊന്ന് ഫുഡൊന്നും കഴിക്കാണ്ട് തെളിതിരിച്ച് നടക്കാം. കാരണം എൻ്റെ പൈസ അക്കൗണ്ടിൽ നിന്ന്, എൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അതാണ് അത്ര അത്യാവശ്യമാണ്. വല്ലതും വിശക്കണോ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് നിയോ കാർഡ്. അതെൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അപ്പം റീചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിലിപ്പോൾ അത് 1000 രൂപ ഇട്ടിട്ടുള്ളൂ. അതായത് 10 യൂറോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. തണുപ്പുണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. ബാക്കി എന്നോട് വെച്ച് കാണാം ഗൈസ്. പിന്നെ എൻ്റെ ഐഫോണിൻ്റെ സ്പേസ് തീർന്നു ഗൈസ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ ഇടയിൽ വെച്ച് വീഡിയോ ഒക്കെ കട്ടായി പോവാം. ബൈ. ഹലോ ഗൈസ്, ഞാനങ്ങനെ കറങ്ങാൻ തീരുമാനിച്ച് ഇറങ്ങിയിട്ട് എവിടെങ്ങോട്ടൊക്കെ എത്തി ഗൈസ്. എവിടെങ്ങോട്ടൊക്കെ സ്ഥലമൊന്നും അറിയില്ല. എന്നാലും സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. നല്ല രസമുള്ള സ്ഥലങ്ങൾ കാണാൻ. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സിറ്റി വൈബ് വന്നത് ഇപ്പോഴാണ്. ഇത്ര നാളൊരു കുഗ്രാമ വൈബായിരുന്നു. ഞാൻ ഇനി സ്ഥലങ്ങൾ കാണിച്ചുതരാം ഗൈസ്. ഹലോ ഗൈസ്, ഫ്രീ ഗ്രോസറി വാങ്ങിച്ചു. ഞാൻ കവർ എടുത്തില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവരെനിക്ക് കവർ തന്നു. നെക്സ്റ്റ് ടൈം കവർ കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ അത്യാവശ്യം സാധനമുണ്ട്, പക്ഷെ പച്ചക്കറി ഒന്നുമില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ ഇവിടെ അടുത്തൊരു ലിഡിൽ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ലിഡിലിനകത്ത് പോയി കുറച്ച് പച്ചക്കറി കൂടെ വാങ്ങണം. പിന്നെ ATM നിന്ന് റെൻ്റടക്കാനുള്ള പൈസ എടുക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് ഗൈസ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് തപ്പി കണ്ടുപിടിക്കണം ഗൈസ്.
കാരണം എന്തെന്നാലൊക്കെ ഉണ്ട്. ബീഫ് ബോളൊക്കെ ഉണ്ട്, ബീഫ് ബോൾ. അതിലാണ് എൻ്റെ പ്രതീക്ഷ. അതേച്ചൊന്നും ഉണ്ടാകാനൊന്നും അറിയില്ല. ബ്രെഡിൻ്റെ ഇടയിൽ ബീഫ് ബോൾ വെച്ചുണ്ടാക്കി തിന്നാലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ വീടെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ബൈ. അത് കഴിഞ്ഞ് ഞാൻ ലിഡിലിൽ പോയി ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് സവോള മാത്രമേ എടുത്തുള്ളൂ. വലിയ ലിഡിലായിരുന്നു, അടിപൊളി ലിഡിലായിരുന്നു. പക്ഷേ എനിക്ക് കവറും ഫോണും എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രീ ഗ്രോസറി ഐറ്റംസ്. ഇതിനും കൂടുതൽ ഐറ്റംസ് ഉണ്ടാവുന്നു. പിന്നെ കുറേ സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ കഴിക്കില്ല, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ പയർ പരിപ്പ് അങ്ങനത്തെ വർഗ്ഗങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ഇതെന്തോ സലാഡ് പോലത്തെ എന്തോ സംഭവം മാത്രമേ എനിക്കറിയാം. ഇത് 2 ബട്ടർ കിട്ടിയതായിരുന്നു. ബട്ടർ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ബ്രെഡ് ഐറ്റംസ്, ക്രേപ്പ്, ഇതെന്തോ സോസ് പോലത്തെ സംഭവം, യോഗർട്ട്, ഫിഷ്, ചിക്കൻ, മിൽക്ക്, ബീഫ് ബോൾസ്. ഇത്രയൊക്കെയാണ് ഗൈസ് ഫ്രീ ഗ്രോസറി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് ബ്രെഡും പിന്നെ ഇതും വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അപ്പോൾ പുറത്തെ നൈറ്റ് വ്യൂ ആണ് ഗൈസ്. എന്ത് രസമായിരുന്നു കാണാൻ സ്കൈ ഒക്കെ.
ഇന്നിവിടെ നേരത്തെ ഇരുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ കറങ്ങാനൊന്നും പറ്റിയില്ല. ഞാൻ നേരത്തെ വീടെത്തി. പിന്നെന്തോന്നാ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു ചിക്കൻ അല്ലെങ്കിൽ വേണ്ട എന്നെ കാണിച്ചിട്ട് പറയാം. അതിനകത്ത് ബീഫ് റോൾസ്, ബീഫിൻ്റെ തന്നെ എന്തുവായിരുന്നു, ബീഫ് സ്റ്റീക്ക്, പിന്നെ ഉണ്ടായിരുന്നത് ചിക്കൻ്റെ ലിവറോ അങ്ങനെ എന്തെങ്കിലാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഗൈസ്. ഇരുട്ട്. പിന്നെ ഞാനിപ്പോൾ പോയത് എന്തിനാന്ന് വെച്ചാൽ 2 ബ്രെഡും എന്താണ് ചപ്പാത്തി എന്ന് വിശ്വസിക്കുന്ന ഷവർമ റാപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അതായത് പിന്നെ ഇനി വാങ്ങാൻ പോകണ്ടല്ലേ, കുറച്ച് നാളത്തേക്കുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോകണ്ട. കാരണം ഈ ബാങ്കുകാർ പൈസ ഇടുന്നവരെ ഇട്ട് തരുന്നവരെ ഞാൻ എച്ചിയും തെണ്ടിയും ദരിദ്രവതിയാണ്. സോ അത്രയുള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.